ഒരുപക്ഷെ നമ്മൾ ഈ മണിക്കൂറിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും ഹോർമുസ് കടലിടുക്കിൽ വെച്ച് IRGCയുടെ സൈന്യം നമ്മുടെ രണ്ട് കപ്പലിനെ ആക്രമിച്ചു, അത് മുക്കിക്കളയാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനെ തീ പിടിപ്പിച്ചു എന്നൊക്കെ. സത്യത്തിൽ ഈ സമയം വരെ ഇവരുടേതായിട്ട് വരുന്ന ഒരുപാട് ന്യൂസുകൾ വരുന്ന എല്ലാ പോർട്ടലുകളും അരിച്ച് പെറുക്കിയിട്ട് ആകെ കാണാൻ പറ്റിയത് അതിനെ തിരിച്ചയച്ചു എന്നാണ്. ഉപദ്രവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളെയും തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയുടെ കപ്പലുകളെയും അതെന്ത് ചെയ്തിട്ടുണ്ട്, IRGCയുടെ അലേർട്ട് വന്നപ്പം അതും തിരിച്ചു പോയിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും ആക്രമിക്കുകയോ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഇറാൻ ഇങ്ങനൊരു നല്ല രീതിക്ക് ബന്ധങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലും അതൊരു അവിവേകം കാണിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയും ഇസ്രായേലും അത് വേറെ ലെവലാണ്. പക്ഷേ ഇന്ത്യയും അതേപോലെ ഇറാനും നല്ല ബന്ധമാണ്. നല്ല രീതിക്ക് ഈ യുദ്ധവേളയിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. പരമാധികാരം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഈ ഇന്ത്യയും ഇറാനും. അവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, ഇന്ത്യയുടെ കപ്പൽ മുക്കിയിരിക്കുന്നു, ഇന്ത്യയുടെ കപ്പൽ ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റീച്ച് കിട്ടാനോ മറ്റോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മളിതുവരെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ എവിടെ നിന്നാണോ നമുക്ക് സോഴ്സായിട്ട് ന്യൂസ് കിട്ടിയത് അതെല്ലാം ഞാൻ അരിച്ച് പെറുക്കി നോക്കുമ്പോൾ നമുക്കാകെ കിട്ടിയത് കപ്പലുകളെ തിരിച്ചയച്ചു എന്നേ ഉള്ളൂ. കപ്പലുകൾ ഒന്നല്ല രണ്ടല്ല ഒരുപാട് കപ്പലുകളുണ്ട്. ആ കപ്പലുകളെ നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ കപ്പലുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായേക്കാം എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ കപ്പലിനെ വെടിയുതിർത്തെന്നും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ പറഞ്ഞ ആളുകൾക്ക് എവിടെ നിന്ന് ഇത് കിട്ടിയെന്നുള്ളത് അവരാണ് പറയേണ്ടത്. അതുകൊണ്ട് മനുഷ്യന്മാർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ പിക്ചറുകളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്ക്രീൻഷോട്ടോ അതാത് ആളുകൾ കാണിക്കുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടാവും. ഇതിലാകെ പറഞ്ഞത് ഈ എല്ലാ കപ്പലുകളെയും അഥവാ സമയം കഴിഞ്ഞതിൻ്റെ പേരിൽ എല്ലാ കപ്പലുകളെയും നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഔട്ട് പാസ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അപ്പുറം ഒരു ഏർപ്പാടോ ഇന്ത്യക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടം പെരുത്തുന്ന രൂപത്തിൽ ഇറാൻ ശ്രമിക്കില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അതിൽ ഒരു തൊട്ട് കളിച്ചാൽ നമ്മുടെ ഇറാനോടുള്ള ആ ഒരു അങ്ങോട്ടുള്ള ഒരു സിമ്പതി അതൊക്കെ അങ്ങോട്ട് പറന്നങ്ങ് പോകും. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, ഇന്ത്യ പരമാധികാരമാണ്, ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ രണ്ട് കപ്പൽ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുമ്പം ഇറാനോട് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി, എന്ത് പരിപാടിയാണ് ചെയ്തത്. എന്നിട്ട് നമ്മളിതൊക്കെ ഒന്ന് നോക്കി, എവിടെയും കാണുന്നില്ല. ഇനി ആരെങ്കിലും കമൻറ്റിൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ അറിയിച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹംദ് ഇൻസ്പയറിൽ 10 മണിക്ക് ലൈവിൽ കാണാം. എന്താണെങ്കിലും ഈ ഒരു സംഭവം വന്നപ്പം വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചയാണ് പല ഭാഗങ്ങളിൽ നടക്കുന്നത്. പക്ഷേ കത്തിച്ചിട്ടില്ല, അപകടപ്പെടുത്തിയിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, തിരിച്ചയച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ കപ്പൽ മാത്രമല്ല, പല കപ്പലുകളും തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയുടെ കപ്പൽ തിരിച്ചയച്ചിട്ടുണ്ട്. അതും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർക്കെല്ലാ സൗകര്യങ്ങളും നമ്മളാൽ കഴിയുന്ന സൗകര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യ ഒരുപടി മുന്നിൽ തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ ആവുകയും ചെയ്യണം. അതാണല്ലോ നമ്മുടെ ഇന്ത്യ നമ്മളതായി മാറുമ്പോൾ അതിലൊരു അഭിമാനമാണ്. എന്താണെങ്കിലും പുതിയ വാർത്ത വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒന്നും നമ്മുടെ കപ്പലിന് 20 ലക്ഷം ബാരൽ ഉണ്ട് എന്ന് പറയുന്നു. ആ കപ്പലിന് അപകടം സംഭവിച്ചു എന്ന് പറയുന്നു. ഈ IRGCയുടെ ന്യൂസിൽ നമ്മൾ കാണുന്നത് ഈ അപകടപ്പെടുത്തിയിട്ടില്ല, തിരിച്ചയച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ്. അത് ഇന്ത്യ എന്നല്ല, എല്ലാ കപ്പലുകളും തിരിച്ചയച്ചിട്ടുണ്ട്. ലൈവിൽ കാണാം, ഹംദ് ഇൻസ്പയർ ചാനൽ ലൈവിൽ കാണാം. നല്ല വാർത്തകൾ വരട്ടെ, നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.